വീട്ടിൽ നിന്ന് വളരെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇന്നും വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇവിടെ പറയുന്നത്. ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരു 2000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം മതിയാകും. 2000 രൂപ കൊണ്ട് നമ്മൾ ഒരു ട്രയൽ എടുക്കുന്നു, ആ പ്രോഡക്റ്റുകൾ വിൽക്കുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് അനുസരിച്ച് നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാവുന്നതാണ്. ചെറിയ തുക കൊണ്ട് നമ്മളുടെ വീട്ടിൽ തന്നെ പ്രോഡക്റ്റ് ഉണ്ടാക്കി പാക്ക് ചെയ്ത് നമ്മളുടെ സറൗണ്ടിങ്സിൽ തന്നെ എത്തിച്ച് നമുക്ക് വിപണനം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഗുണമേന്മയോടുകൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ഓർഡറുകൾ ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൂടാതെ തന്നെ വാങ്ങിക്കുന്ന ആളുകളിൽ നിന്ന് റെഫറൻസ് മുഖാന്തരം മറ്റുള്ള ആളുകളും നിങ്ങളുടെ അടുത്തേക്ക് ചോദിച്ചുകൊണ്ട് വരും. കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഒരുപാടുണ്ട്, പക്ഷേ ക്വാളിറ്റിയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ക്വാളിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് കേരളത്തിൽ ക്ലീനിങ് ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും ആദ്യമായി വിപണനം ആരംഭിച്ച ഒരു പ്രോഡക്റ്റാണ് ഇത്, അതായത് ലിക്വിഡ് സോപ്പ്. അന്നു മുതൽ ഇന്നോളം മറ്റെന്തെല്ലാം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഒട്ടും തന്നെ ഡിമാൻഡ് കുറയാത്ത ഒന്നാണ് ഈ ലിക്വിഡ് സോപ്പ്. വളരെ ലളിതമായിട്ട് നമുക്ക് നമ്മളുടെ വീട്ടിൽ പാക്ക് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ച് വിറ്റഴിക്കാം എന്നുള്ളത് ഇതിൻ്റെ ഒരു സവിശേഷത തന്നെയാണ്. നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണ് എന്ന് നോക്കാം. വെളിച്ചെണ്ണ വേണം 25 കിലോഗ്രാം. ഈ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. 2000 രൂപയ്ക്ക് വരുമ്പോൾ നമ്മളൊരു 2.5 ലിറ്റർ വെളിച്ചെണ്ണ ആ കണ്ടീഷനിൽ മുമ്പോട്ട് പോയാൽ മതി. EDTA വേണം 125 ഗ്രാം. കാസ്റ്റിക് പൊട്ടാഷ് വേണം 45% വീര്യമുള്ളതാണ് വേണ്ടത്, 14 കിലോഗ്രാം. പിന്നെ വേണ്ടത് ശുദ്ധജലമാണ് 10 കിലോഗ്രാം. ഇത്രയും പ്രോഡക്റ്റാണ് വേണ്ടത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ട്രയൽ ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ 10% എടുക്കുക. നമ്മുടെ ഈ വെളിച്ചെണ്ണ നമുക്ക് ഒരു 80 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കണം. കാസ്റ്റിക് പൊട്ടാഷ് ലായനി ഇതിലേക്ക് ഒഴിച്ച് ഇളക്കണം. കാസ്റ്റിക് പൊട്ടാഷിൻ്റെ പ്രതിപ്രവർത്തനം പൂർണ്ണമായെന്ന് മനസ്സിലാകുമ്പോൾ EDTA ചേർത്ത് ഇളക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശുദ്ധജലം ചെറുതായിട്ട് ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും അത് കറക്റ്റ് ആ ഒരു സോപ്പിൻ്റെ രൂപത്തിലേക്ക് എത്തും. ഇനി സോപ്പിൻ്റെ രൂപത്തിലേക്ക് എത്തി ആ ഒരു ലായനി ആയില്ലെങ്കിൽ ഒന്നുകൂടെ തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിയുമ്പോൾ ആ ഒരു ലായനിയിലേക്ക് വരും. അതിനുശേഷം തണുത്തതിന് ശേഷം നിങ്ങൾക്ക് സുഗന്ധം ചേർക്കാം, നിറം ചേർക്കാം. അങ്ങനെ ഇത് രണ്ടും ചേർത്ത് നിങ്ങൾക്ക് ബോട്ടിൽ ചെയ്ത് മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.